കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇത് പഴയകാലത്തെ ഗെയിമാ. ഇപ്പൊ പേരൊക്കെ മാറ്റി ഹൗസിൽ നിന്ന് ആക്കിയെന്നേ ഉള്ളൂ വല്യമ്മേ. ഇതിനെ കുറിച്ചൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നേ? നാളെ ഞങ്ങളൊരു പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അതെന്താ ചെറിയമ്മേ? കളിയെന്ന് വെച്ചാ വെറും കളിയല്ല മോനെ, മത്സരമാ. എന്ത് മത്സരം അത്? എന്റെ അമ്മായി എനിക്ക് തന്ന ഈ വിലയേറിയ സമ്മാനം പുതുതായി വന്ന മരുമക്കളിൽ ഒരാൾക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഒരാൾക്ക് കൊടുത്താൽ മറ്റേയാള് വിഷമിക്കുന്നുള്ളതുകൊണ്ട് 3 ആൾക്കും കൂടി മത്സരം വെച്ച് അതിൽ ജയിക്കുന്നയാൾക്ക് ഈ സമ്മാനം കൊടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും അതെന്റെ കാർത്തികയ്ക്ക് തന്നെ കിട്ടും. എന്താ, ചിലപ്പോ വസുവിനാണ് കിട്ടുന്നെങ്കിലോ ചെറിയമ്മേ? എപ്പോഴും മരുമക്കൾക്കേ കൊടുക്കത്തുള്ളോ? എന്താ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പാടില്ലേ? ഈ സമ്മാനം നിനക്ക് കിട്ടിയിട്ട് ഒരു കാര്യവും ഇല്ലടി. എന്നാ അതിലെന്താന്ന് പറ വല്യമ്മേ. അത് കണ്ടാലല്ലേ അറിയൂ എനിക്ക് കാര്യമുണ്ടോ ഇല്ലയോന്ന്. വിലപിടിപ്പുള്ള സമ്മാനം മോളെ, ഇത് തലമുറകളായി കൈമാറുന്നതാ. അത്രയ്ക്ക് വില പിടിച്ചതാണെങ്കി അതെന്റെ ഏട്ടത്തേക്ക് കൊടുത്തൂടെ വലിയച്ഛ? പുതുതായി വന്ന മരുമക്കൾക്ക് എന്തിനാ? വേണമെങ്കിൽ എന്റെ ഏട്ടത്തി അവർക്ക് ഇഷ്ടപ്പെട്ട മരുമകൾക്ക് കൊടുത്തോട്ടെ. നിന്റെ ഏട്ടത്തേക്ക് ഞാൻ തന്നെ ഒരു സമ്മാനമല്ലേ, പിന്നെന്തിനാ വേറൊരു സമ്മാനം സുമംഗലേ? എന്താ ജയന്തി, ഈ സമ്മാനം നിനക്ക് തരണോ മരുമക്കൾക്ക് കൊടുക്കണോ? മരുമക്കൾക്ക് തന്നെ കൊടുത്താ മതി. എന്റെ മരുമോള് തങ്കമാ. മരുമക്കളോട് അവൾക്ക് എന്തുമാത്രം സ്നേഹമാ ഉള്ളത്. അതെ കൊച്ചുമരുമക്കളെ, ആദ്യം ഈ അബിക്കും വസുവിനും ഇടയിലുള്ള സംഭാഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ ഇവരെന്താ ഒന്നു ചേരാത്തെന്ന് മനസ്സിലാക്കുകയുള്ളൂ. ബസ് വന്നു, അബി എത്തിയില്ലല്ലോ. പോകുന്നെന്ന് കാണണം. അതെ ഏട്ടാ, കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് വരട്ടെ. ഓ, മുത്തശ്ശി രഹസ്യമായിട്ട് ഒളിച്ചു നിന്ന് ഞങ്ങൾക്കിടയിൽ എന്താണ് നടക്കുന്നത് നോക്കുവാണോ? കാണിച്ചു തരാം. ആ, നമുക്കിടയിൽ കുഞ്ഞുങ്ങൾ എന്തിനാ? നീയും ഞാനും നമുക്കിടയിലുള്ള പ്രണയവും, അത്രേ ഉള്ളൂ. ഇതെന്താ ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇന്ന് നിന്നെ കാണാൻ വളരെയധികം സുന്ദരിയായിട്ടുണ്ട്. ദിവസവും ഞാൻ ഏട്ടന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്?
ഇതിപ്പോ എന്താ ഇങ്ങനൊരു സംസാരം? ആ, എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ചെറുക്കം വഴിയേ വരുന്നുണ്ട്. വരെ വരെ നമുക്കിടയിൽ ഒരു പ്രൈവസി ഇല്ലാണ്ടാവുക. തന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതുവരെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഇന്നിപ്പോ എന്താ ഒരു പ്രത്യേകത? എന്താ വസു, എന്റെ സംസാരം കൂടുന്നുണ്ടോ? നീയും എന്തെങ്കിലും സംസാരിക്കേ? ഞാനും നിന്റെ റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. അത് ഞാൻ എന്താ? എന്റെ അരികിലേക്ക് വാ വസു. എന്തിനാ എന്നോട് അരികിലേക്ക് ചെല്ലാൻ പറയുന്നേ? റൊമാൻസ് ഒക്കെ കാണിക്കുന്നു. എന്തായിരിക്കും ഉദ്ദേശം? ഏയ്, എന്തിനാ നാണിക്കുന്നേ? ഇവിടെ നീയും ഞാനും അല്ലാതെ മൂന്നാമതൊരാളില്ലല്ലോ. ഞാനിവിടെ ഉണ്ടല്ലോ. ഓ, ഇവർക്ക് വേണ്ടിയായിരുന്നല്ലേ? ഇന്ന് ഏട്ടനെ കാണാനേ നല്ല ഭംഗിയുണ്ട്. ഇന്ന് മാത്രമാണോ? ബാക്കിയുള്ള ദിവസവും? ഇന്ന് ഇന്നത്തേക്കാൾ കൂടുതൽ ഭംഗി തോന്നുന്നുണ്ട്. ഓ, അപ്പൊ എന്നെ കാണാൻ ഭംഗിയുണ്ടല്ലേ? ആ, എന്നാൽ എനിക്കൊരു ഉമ്മ തന്നെ. അത് തന്നെ, അങ്ങനെ ചോദിക്കടാ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കില്ല. Wow, what a sweet kiss. Hey വസു, നീ ഇത്രയും റൊമാൻറ്റിക് ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ നീ പാവമായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമോ അവക്ക്? ബുദ്ധിയില്ലാത്ത മണ്ടൻ. ശരി, വാ, നമുക്ക് പുറത്ത് നിലാവെളിച്ചത്തിൽ ചെന്നിരുന്ന് കഥകൾ പറയാം. ചെല്ല് ചെല്ല്, എനിക്ക് ഇവിടുന്ന് എണീറ്റ് പോണല്ലോ. പോവാട്ടാ. അമ്പടാ, വന്ന ജോലി കഴിഞ്ഞു. അയ്യോ, നടു ഉളുക്കിയെന്ന് തോന്നുന്നു. എത്ര നന്നായിട്ട് സംസാരിക്കുന്ന രണ്ടുപേരും. അവർക്ക് തമ്മിൽ നല്ല പ്രണയം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ അവരൊന്നിക്കാത്തെ? രണ്ടുപേർക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കാണും. ശരിയായിക്കൊള്ളും.
ഐ എം റിയലി സോറി. മുത്തശ്ശി ഉള്ളതുകൊണ്ടാ അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടി വന്നേ. ഇനിയെങ്ങാനും ശരിക്കും ഏട്ടൻ അങ്ങനെ ചെയ്യൂന്ന് ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു. പ്രായമായൊരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്കത് വിഷമാവും, പിന്നെ തന്നെ കുറ്റപ്പെടുത്തും. അതെനിക്ക് മനസ്സിലായേട്ടാ. പക്ഷേ സോറി, ഞാൻ അതിൽ കിടന്നൊന്നും സംസാരിച്ചില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മളങ്ങനെ ഒരുമിക്കണമെന്നാ മുത്തശ്ശിയും അമ്മയും ആഗ്രഹിക്കുന്നത്. മുതിർന്ന ആൾക്കാരല്ലേ, അവർക്ക് ചില ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമുക്കിടയില് അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമിക്കണോ വേണ്ടെന്നുള്ള തീരുമാനം എടുക്കുന്നത് നമ്മളാണ്. മനസ്സിന് വിപരീതമായി ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കള്ളം അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴേ ചെന്ന് പറഞ്ഞേക്കാം. ഇത് കാരണം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്തെങ്കിലും സംഭവിക്കുന്നോർത്ത് ഭയക്കുന്ന ഒരു പേടിത്തൊണ്ടനല്ല ഞാൻ. എന്ത് സംഭവിച്ചാലും ഞാൻ അതിനെ എതിർക്കും. എങ്കിലും തനിക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഒരിക്കലും തന്നെ ഞാൻ വിഷമിപ്പിക്കില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് ചേർന്നില്ലെങ്കിൽ അത് തെറ്റാണ്. പിന്നൊരു ദിവസം എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ എല്ലാവരും ദുഃഖിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത് മോളെ. താനെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഏട്ടൻ വളരെ സന്തോഷമായിട്ടിരിക്കണം. ഒരു ആപത്തും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ്. എന്റെ സന്തോഷമാണ് താൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായം ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സന്തോഷമായിട്ട് ജീവിക്കാം. എന്നാലേ രണ്ടുപേർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും. ലേറ്റായി, കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ എന്താടി ചെയ്യുന്നേ? ഡോണ്ട് ഡിസ്റ്റർബ് മീ. അനുവിന്റെ കീർത്തിന് ഹോംവർക്ക് ചെയ്യാ നീ? എന്ത് ഹോംവർക്ക്? അതെ, കുട്ടികൾക്ക് ഡ്രോയിങ് കോമ്പറ്റീഷൻ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചതാ. കോമ്പറ്റീഷൻ കുട്ടികൾക്കല്ല, എനിക്കും വസുവേട്ടത്തിക്കും ബാക്കി എല്ലാവർക്കും. കുട്ടികളുടെ ഹോംവർക്ക് അല്ല, ഇത് എന്റെ വർക്കാണ്. നിന്റെ വർക്കോ? എവിടെ നോക്കട്ടെ. ആ അയ്യോ, ഇത് കഴുതയാണോടി? അല്ലല്ല, കൊരങ്ങനാ, കൊരങ്ങൻ. ഒരു സൈഡിൽ നോക്കിയാ നായെ പോലുണ്ട്, എന്നാ ഈ സൈഡിൽ നോക്കിയാ നിന്നെ പോലുണ്ട്. അതോ ഇത് ചിമ്പാൻസി ആണോടി? ഓക്കെ ഓക്കെ ഓക്കെ, ഓ മൈ ഗോഡ്. ഓക്കെ, നിന്റെ അമ്മയാണോടി വരച്ചത് നീ? ഞാൻ ചിത്രം വരച്ചതല്ല, കോലം വരച്ചതാ. കോലോ? യെസ്, നാളെ ഉത്സവല്ലേ, അപ്പൊ കോലം വരയ്ക്കണ്ടേ, അതിനു വേണ്ടിയാ ഇത്രയും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നെ. അപ്പൊ യുദ്ധം ഒരു സൈഡിൽ നിന്ന് ഉണ്ടാവും? അതിനർത്ഥം ഞാൻ മാത്രം ജയിക്കൂന്നല്ലേ? ഇല്ല, എന്റെ വസു എടുത്തേ ജയിക്കാൻ പോകുന്നെ. എന്താ പറഞ്ഞേ?
ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോ വസുവായിട്ടത് ജയിക്കുമെന്നോ? ഇതിനെയൊക്കെ കോലെന്ന് പറയാൻ പറ്റുമോ? ഇത് കോലുമല്ലേ? നീ ഒരു പ്രാവശ്യം നിന്റെ അമ്മയെ കൊണ്ടൊന്ന് കാണിച്ചു നോക്ക്. അവര് സൂയിസൈഡ് ചെയ്യും. ഇനി നിന്റെ ഡാഡിയെ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് നിന്റെ അമ്മ അങ്ങ് ഡിവോഴ്സ് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ, നീ ഇത് ഇളയമ്മയെ കൊണ്ടുപോയി കാണിക്ക്. വീണ്ടും കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം വിട്ടിട്ട് സന്യാസിയായിട്ട് മാറി എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. ഇത് അത്രയ്ക്ക് മോശമാണോ അഖിൽ? ഇത് രാവിലെ കണ്ടിരുന്നെങ്കിൽ രാത്രി സ്വപ്നത്തിൽ വന്ന് പേടിപ്പിക്കുമായിരുന്നു. ഇതിപ്പോ രാത്രിയാണ് ഞാൻ കണ്ടത്. ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. എൻകറേജ് ചെയ്തില്ലെങ്കിലും എന്നെ ഡിസ്കറേജ് ചെയ്യല്ലേ. നിനക്ക് ഈ കോലെന്ന് പറഞ്ഞ എന്തെന്നറിയോ? നീ എപ്പോഴെങ്കിലും കോലം ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടില്ല. ഇടുന്നത് കണ്ടിട്ടുണ്ട്. ആഹാ, കണ്ടാലൊന്നും ഇടാൻ പറ്റില്ല. കോലെന്ന് പറഞ്ഞ ഒരു ആർട്ടാ. കുഞ്ഞുനാൾ മുതൽ അത് ഇടാൻ പഠിക്കണം. എന്റെ വീട്ടില് എന്റെ മോം കോലം ഇട്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നേ. ഇത്തരം കാര്യങ്ങൾ സാധാരണ ജോലിക്കാരല്ലേ ചെയ്യാറ്. കോലം ഇടുന്നത് ഒരു ജോലി അല്ലടി മണ്ടി, അതൊരു ആചാരമാ. അതൊന്നും നിനക്കറിയില്ല. ആവശ്യമില്ലാതെ വസ്തു എടുത്തോട് മത്സരിക്കാൻ നിൽക്കണ്ട, തോറ്റുപോകും. നിന്റെ മുത്തശ്ശി കൊടുക്കാന്ന് പറഞ്ഞ ഗിഫ്റ്റോ? അത് വസുവേടത്തിക്കാടി. പറ്റില്ല, ആ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയേ പറ്റൂ. വസുവേടത്തി തോൽപ്പിക്കാൻ നിന്നെ കൊണ്ടാവില്ല. ഞാനാ ജയിക്കാൻ പോകുന്നേ. ഇംപോസിബിൾ. മര്യാദക്ക് ഇരിക്കുകയാണെങ്കിൽ ഉള്ള മാനമെങ്കിലും കാണും. അതിന് ചാൻസേ ഇല്ല. എന്റെ മോമ സുമാൻഡി ഉള്ളപ്പോ ഈ ഞാനേ ജയിക്കുള്ളൂ. 3 പേരും കൂടി ചേർന്ന് നാളത്തെ മത്സരത്തിൽ എന്തോ കുരുക്കുണ്ടാക്കുക അല്ലേ? ഇല്ല, ഒരു പ്ലാനും ഇല്ല. ഗുഡ് നൈറ്റ്, നീ ഉറങ്ങിക്കോ. മണി 12 തോന്നേ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ആ സമ്മാനപ്പെട്ടി എവിടെയുള്ളത് നോക്കണം. ആ പെട്ടിയിൽ എന്താ ഉള്ളേന്നൊന്നറിയണം. അതിലെന്താ ഉള്ളതെന്ന് ആ കിളവനും കിളവിയും പറഞ്ഞതേ ഇല്ല. അവര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാതിരിക്കോ? ഈ വീട്ടിലെ പെണ്ണായി ഞാൻ അത് എനിക്ക് തരാൻ പറഞ്ഞപ്പോ മരുമക്കൊക്കെ കൊടുക്കത്തുള്ളൂ. അത് ഞാൻ തന്നെ കട്ടെടുക്കും. അത് മോഷ്ടിച്ച് കാർത്തികയ്ക്ക് കൊടുക്കണം. കിളവനും കിളവിയും നല്ല ഉറക്കാൻ തോന്നുന്നു. ആ പെട്ടി അലമാരയിലായിരിക്കും ഉള്ളത്. ഉടനെ അത് എടുത്തോണ്ട് പോണം.
വീട്ടിലിപ്പോ ബന്ധുക്കളൊക്കെ വന്നിരിക്കുകയല്ലേ, പണവും സ്വർണവും ഒക്കെ ഉണ്ടാവൂന്ന് കരുതി കള്ളന്മാരാരോ വന്നിരിക്കുക. ഇപ്പൊ കാണിച്ചു തരാം. എടാ പരട്ടക്കളവാ, എന്താടിയോടാ അടിക്കുന്നേ? വീട്ടിൽ ശരിക്കും കള്ളം കയറിയെന്നാ തോന്നുന്നേ. ഈ സമയത്ത് എന്നെ എങ്ങാനും കിട്ടിയാ ഞാനും കള്ളനാണെന്ന് വിചാരിച്ച് അടിച്ചു കൊല്ലും ഇങ്ങേര്. വേറൊരുത്തം കൂടി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഓടിക്കളഞ്ഞു കള്ളന്മാര്. പിന്നല്ലാതെ എന്ത് ധൈര്യത്തിലാ എന്റെ വീട്ടിലേക്ക് കയറിയത്? വയസ്സായവരായതുകൊണ്ട് ധൈര്യമായിട്ട് കയറി വന്നതാ. ഇനി 7 അയലത്ത് വരില്ല.